ഇനി നമ്മൾ ഉളൂയിലേക്ക് പ്രവേശിക്കുകയാണ്. നിസ്കരിക്കുന്നതിന് മുമ്പ് ഉളൂ ചെയ്യണം. നിയ്യത്തോടുകൂടി ചില പ്രത്യേക അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കുന്നതിനാണ് ഉളൂ എന്ന് പറയുന്നത്. ഉളൂഇന് 5 നിബന്ധനകളാണുള്ളത്. 1. വിശേഷണങ്ങളൊന്നുമില്ലാത്ത അഥവാ മുത്തലക്ക് ശുദ്ധമായ വെള്ളം കൊണ്ടായിരിക്കുക. വെള്ളം 3 വിധമാണെന്നറിയാമല്ലോ. 1 തഹൂർ, ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളത്തിനാണ് തഹൂർ എന്ന് പറയുന്നത്. ഉദാഹരണം, കിണറ്റിലും കുളത്തിലും പുഴയിലുമൊക്കെയുള്ള വെള്ളം. ഇതാണ് ഉളൂഇനും കുളിക്കും ഉപയോഗിക്കേണ്ടത്. 2 ത്വാഹിർ, സ്വന്തം ശുദ്ധിയുള്ളതാണെങ്കിലും ഇതിന് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ല. ഉദാഹരണം, ചായ, പാല്, പനിനീര് വെള്ളം തുടങ്ങിയവ. 3 നജസ്, ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമായ വെള്ളം. ഇനി പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ഹൗള് പോലെ കൂടുതൽ വെള്ളമുണ്ടെങ്കിൽ അതിൽ കൈമുക്കി നമുക്ക് ഉളൂ എടുക്കാം. അതേസമയം കുറഞ്ഞ വെള്ളമാണെങ്കിൽ, ഉദാഹരണത്തിന് ബക്കറ്റിലും മറ്റും ശേഖരിച്ച വെള്ളം, ഇതിൽ കൈമുക്കി ഉളൂ ചെയ്യാൻ പാടില്ല. കോപ്പ പോലത്തതുകൊണ്ട് കോരി ഒഴിച്ചാണ് അംഗസ്നാനം ചെയ്യേണ്ടത്. ചുരുങ്ങിയ വെള്ളത്തിന്റെ കണക്ക് 2 കുല്ലത്താണ്, അഥവാ 200 ലിറ്റർ. ഹൗലുകളിൽ വെള്ളം കുറവുള്ള സമയത്ത് ഈ അളവുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. കുറവാണെങ്കിൽ വെള്ളം കോപ്പ പോലത്തതുകൊണ്ട് എടുത്താണ് ഉളൂ ചെയ്യേണ്ടത്. ഇങ്ങനെ കുറഞ്ഞ വെള്ളത്തിൽ നിന്ന് ഉളൂ എടുക്കുമ്പോൾ അതിലേക്ക് വെള്ളം തെറിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കൽ നിർബന്ധമാണ്. ഇതാണ് 2ാം ഷർത്ത്. ഓർക്കുക, എങ്ങനെയെങ്കിലും നനഞ്ഞാൽ പോരാ, വെള്ളം ഒലിക്കുക തന്നെ വേണം. നനച്ചു തോർത്തിയാലോ സ്പ്രേ ചെയ്താലോ മതിയാവുകയില്ല എന്നർത്ഥം. എന്നാൽ മുങ്ങിക്കുളിക്കുന്നവർക്ക് ഒരു എളുപ്പമാർഗമുണ്ട്. നിസ്കാരത്തെ ഹലാലാക്കാൻ ഉളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടിൽ നിന്ന് നിയ്യത്തോടെ മുങ്ങിയാൽ അവന് ഉളൂ ലഭിക്കുന്നു. നിർബന്ധമായ കുളിക്കുമ്പോഴും ഇങ്ങനെ കിട്ടും. അഥവാ വലിയ അശുദ്ധിയുടെ നിയ്യത്തോടെ കുളിക്കുമ്പോൾ മുങ്ങിയല്ലെങ്കിലും അവന് ഉളൂ ലഭിക്കുന്നതാണ്. പക്ഷേ കുളിക്കിടയിൽ ഉളൂ മുറിയുന്ന കാര്യങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കണമെന്ന് മാത്രം. 3ാമത്തെ നിബന്ധന ഇതാണ്: വെള്ളത്തെ വ്യത്യാസപ്പെടുത്തുന്ന വസ്തുക്കളൊന്നും അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. കുങ്കുമം, മഷി തുടങ്ങിയവയുണ്ടെങ്കിൽ അത് കഴുകിക്കളഞ്ഞതിന് ശേഷമാണ് ഉളൂ ചെയ്യേണ്ടത്. വെള്ളം ചേരുന്നതിന് തടയുന്ന വസ്തുക്കൾ അവയവങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല. ഇതാണ് 4ാമത്തെ നിബന്ധന. ചുണ്ണാമ്പ്, മെഴുക്, ടാർ, റബ്ബർ, ഉരുകിയ പ്ലാസ്റ്റിക്, പെയിന്റ് എന്നിവയെല്ലാം വെള്ളം ചേരുന്നതിനെ തടയുന്നതാണ്. ഇവയെല്ലാം നീക്കിയതിന് ശേഷമേ ഉളൂ എടുക്കാവൂ. ക്യൂടെക്സ് ഉപയോഗിക്കുന്ന പെൺകുട്ടികൾ ശ്രദ്ധിക്കുക. നഖത്തെ മറക്കുന്ന ഒരുതരം പോളിഷാണത്. വെള്ളം ചേരലിനെ തടയുന്നതിനാൽ ഉളൂഇനെ ബാധിക്കുമെന്ന് തീർച്ച. ട്യൂബ് മൈലാഞ്ചികളിലും ഈ പ്രശ്നമുണ്ടോ എന്നറിയേണ്ടതാണ്. സാധാരണ മൈലാഞ്ചി വെള്ളം ചേരലിന് തടസ്സമുണ്ടാക്കുന്നില്ല. ട്യൂബ് മൈലാഞ്ചിയും ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയാണോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഈ വരുന്നത് ആരാണെന്നറിയുമോ? കബീർ, 15കാരൻ. ഒരു വക്ത് ഒഴിവാക്കാൻ ഉമ്മ സമ്മതിക്കില്ല. കബീറിന്റെ നിസ്കാരം ഉമ്മാക്ക് വേണ്ടിയുള്ളതാണെന്ന് തോന്നും അവന്റെ കൈകൾ കണ്ടാൽ. മുറിക്കാത്ത നഖം, നഖത്തിനുള്ളിൽ നിറയെ ചെളി, കണ്ടാൽ ഛർദ്ദിക്കാൻ വരും. ഇങ്ങനത്തെ കബീറുമാർ നമുക്ക് ചുറ്റുമുണ്ടാവും. ചിലരൊക്കെ നഖം മുറിക്കാൻ വൈകുന്നത് കൊണ്ട് ചളി നിറയാറുണ്ട്. ഓർക്കുക, നഖത്തിന്റെ താഴ്ഭാഗത്ത് അടിഞ്ഞുകൂടിയ അഴുക്ക് വെള്ളം ചേർന്ന് തടയുമെങ്കിൽ അത് നീക്കം ചെയ്യൽ നിർബന്ധമാണ്. ചളി മാത്രമല്ല, പത്രിയും മറ്റും ഉണ്ടാക്കുമ്പോൾ മാവിന്റെ അംശം നഖത്തിനിടയിൽ ശേഷിക്കാതിരിക്കാൻ സ്ത്രീകളും ശ്രദ്ധിക്കേണ്ടതാണ്. മൂത്രവാർച്ച പോലെയുള്ള നിത്യ അശുദ്ധിയുള്ളവർ നിസ്കാരത്തിന്റെ സമയമായ ശേഷമേ ഉളൂ എടുക്കാവൂ എന്നതാണ് 5ാമത്തെ നിബന്ധന. വെള്ളപോക്ക്, രക്തസ്രാവം എന്നിവയുള്ളവർക്കും ഇത് ബാധകമാണ്. ഈ നിബന്ധനകളെല്ലാം കുളിക്കും പാലിക്കേണ്ടതാണ്. ഇനി വുളൂ തുടങ്ങുകയാ. നല്ലതുപോലെ ശ്രദ്ധിക്കുക. സുന്നത്തുകൾ ഒരുപാടുണ്ട്. ഫർളിനോടൊപ്പം ഇവ കൂടി ശ്രദ്ധിച്ചാൽ വലിയ നേട്ടമാണ് ലഭിക്കാൻ പോകുന്നത്. ആദ്യമായി ഞാൻ കിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കുക. തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലണം. മുൻകൈ കഴുകിയതിനു ശേഷം മിസ്വാക്ക് ചെയ്യുക. ഇതും ആദ്യം ചെയ്യുന്ന 2 മുൻകൈ കഴുകലും സുന്നത്താണ്. മുൻകൈ കഴുകുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ ഇതാണ്: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ. 3 പ്രാവശ്യം കഴുകിയതിന് ശേഷം വായിൽ വെള്ളം കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും. ഇതൊക്കെ ചെയ്യുമ്പോൾ വുളൂഇന്റെ സുന്നത്താണെന്ന് മനസ്സിൽ കരുതുക.
കൊപ്ലിക്കലും മൂക്കിൽ കൊള്ളലും സുന്നത്താണെന്ന് പറഞ്ഞല്ലോ. നോമ്പില്ലാത്തവർ ഇത് കഴിവിന്റെ പരമാവധി ചെയ്യേണ്ടതാണ്. വായിലെടുത്ത വെള്ളം കൊപ്ലിക്കാതെ കുടിച്ചു പോയാലും അടിസ്ഥാന സുന്നത്ത് ലഭിക്കും. പക്ഷേ കൊപ്ലിക്കലും തുപ്പലുമാണ് ഉത്തമം. ഇനി മുഖം കഴുകുകയാണ്. ഈ സമയത്ത് തന്നെ മനസ്സിൽ നിയ്യത്ത് വേണം. ഈ നിയ്യത്താണ് ഉളൂവിന്റെ ഒന്നാമത്തെ ഫർള്. ഉളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നുവെന്നോ ചെറിയ അശുദ്ധി ഉയർത്തുന്നുവെന്നോ കരുതാം. ബ്ലീഡിങ്, വെള്ളപ്പോക്ക് തുടങ്ങിയ നിത്യ അശുദ്ധിയുള്ളവർ നാപ്കിൻ പോലത്തെ ധരിച്ചതിന് ശേഷം നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്നാണ് നിയ്യത്ത് വെക്കേണ്ടത്. രണ്ടാമത്തെ ഫർളാണ് മുഖം കഴുകൽ. സാധാരണ തലമുടി മുളക്കാറുള്ള സ്ഥലം മുതൽ താടിയെല്ലിന്റെ താഴ്ഭാഗം വരെ നീളത്തിലും ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെ അകലത്തിലുമുള്ള ഭാഗമാണ് മുഖം. മുഖത്തെ തൊലിയും രോമങ്ങളും കഴുകൽ നിർബന്ധമാണ്. തിങ്ങിയ താടിയുടെ ഉൾഭാഗം കഴുകൽ നിർബന്ധമില്ല. തൊട്ടടുത്ത് അഭിമുഖമായി നിൽക്കുന്ന ഒരാൾക്ക് തൊലിയുടെ നിറം കാണാനാവാത്ത വിധം രോമാവൃതമായതിനാണ് തിങ്ങിയ താടി എന്ന് പറയുന്നത്. നിർബന്ധമായ ഭാഗം കഴുകി എന്ന ഉറപ്പിന് വേണ്ടി നിശ്ചിത പരിധിക്കപ്പുറം അല്പമെങ്കിലും ഉൾപ്പെടുത്തി കഴുകേണ്ടതാണ്. മുഖവും മറ്റ് അവയവങ്ങൾ കഴുകുമ്പോഴും ഷഹാദത്ത് കലിമ ചൊല്ലൽ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സുന്നത്തുണ്ട്. അടുത്തത് 2 കൈ മുട്ടുൾപ്പെടെ കഴുകുകയാണ്. ഇതാണ് ഉളൂവിന്റെ മൂന്നാമത്തെ ഫർള്. ശ്രദ്ധിക്കുക, 2 കൈകളുടെയും വിരലുകളുടെ അഗ്രം മുതൽ മുട്ടുകളടക്കം അല്പഭാഗം പോലും നനയാതിരിക്കാൻ പാടില്ല. മുൻകൈ കഴുകാൻ മറക്കരുത്. ഇത് പറയാൻ കാരണം എൻ്റെ ഒരു കുടുംബക്കാരിയുടെ വുളു കണ്ടതുകൊണ്ടാണ്. കക്ഷി മുൻകൈ ഒഴിവാക്കിയിട്ടാണ് സ്നാനം ചെയ്യുന്നത്. ഇതെന്താ മുൻകൈയിനൊരു അയിത്തം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ വുളുവിന്റെ തുടക്കത്തിൽ നന്നായി കഴുകിയിട്ടുണ്ടല്ലോ എന്നായിരുന്നു മറുപടി. ഇത്താത്ത, അത് സുന്നത്താണ്, ഇപ്പോൾ കഴുകുന്നത് ഫർളും എന്ന് പറഞ്ഞ് വിശദീകരിച്ചപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലായത്. അതായത് സുന്നത്തായി കഴുകിയത് ഫർളായി പരിഗണിക്കില്ലെന്ന് ചുരുക്കം. ഇപ്പോൾ കഴുകുന്ന ഫർളിൽ മുൻകൈ മുതൽക്കേ തുടങ്ങേണ്ടതാണ്. അടുത്ത ഫർള് തലയിൽ നിന്ന് അല്പം തടവലാണ്. മുഴുവൻ തടവൽ സുന്നത്താണ് കേട്ടോ. തലയുടെ അതിർത്തിയിലുള്ള മുടി തടവിയാലും തൊലി തടവിയാലും മതി. ഒരു മുടിയായാലും നിർബന്ധം വീഴും. എങ്കിലും തടവപ്പെടുന്ന മുടി തലയുടെ അതിർത്തിയിലാകണം. ഇനി ചെവി തടവലാണ്. സുന്നത്താണിത്. ചെവിയുടെ ഉള്ളും പുറവും ചെവിക്കുഴിയും തടവേണ്ടതാണ്. 2 ചെവിയും ഒരുമിച്ചാണ് തടവേണ്ടത്. തുടർന്ന് 2 കാൽ, നെരിയാണി അടക്കം കഴുകുക. ഇത് വുളുവിന്റെ 5ാമത്തെ ഫർളാണ്. ചില ബിരുദന്മാരെ കാണാം, കാലിന്റെ അല്പഭാഗം മാത്രം കഴുകി അവർ വുളു അവസാനിപ്പിക്കുന്നു. അബദ്ധമാണിത്. 2 കാലിലും നെരിയാണി വരെയുള്ള ഭാഗങ്ങളിൽ വെള്ളമെത്തിക്കൽ നിർബന്ധമാണ്. എല്ലാ അവയവങ്ങളും ഉരച്ചു കഴുകൽ സുന്നത്തുണ്ട്. അപ്പോൾ കാൽ കഴുകുമ്പോൾ കോപ്പ കൊണ്ട് വെള്ളം ഒഴിക്കുന്നതിന് പകരം ഇടത് കൈകൊണ്ട് നല്ലപോലെ തേച്ച് കഴുകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വിരലിന്റെ ഇടകളിലും മടമ്പിലുമൊക്കെ വെള്ളം എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. 6ാമത്തെ കാര്യം തർത്തീബ് അഥവാ കഴുകുന്നത് ക്രമപ്രകാരം ചെയ്യൽ നിർബന്ധമാണ്. കൈ കഴുകും മുമ്പ് തല തടവിയാലോ തല തടവും മുമ്പ് കൈ കഴുകിയാലോ ക്രമം തെറ്റി. എന്നാൽ നിയ്യത്ത് ചെയ്ത് മുങ്ങുമ്പോൾ ഈ പ്രശ്നമില്ല. ഈ വരുന്നത് ആരാണെന്നറിയുമോ? സുഹൈൽ, സംശയത്തിന്റെ ആശാനാണ്. വുളു കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയമുണ്ടാവും. തല തടവിയോ? ഞാൻ കൈ കഴുകാൻ മറന്നോ? സുഹൈലെ, സാരമില്ല. വുളു കഴിഞ്ഞുണ്ടാവുന്ന സംശയങ്ങളെല്ലാം അസ്ഥാനത്താണ്. അതേസമയം വുളുവിനിടയിൽ ഡൗട്ട് വന്നാൽ ഏത് അവയവം കഴുകിയ കാര്യത്തിലാണോ സംശയം ആ അവയവം വീണ്ടും കഴുകണം, അതിനുശേഷമുള്ളതും. അഥവാ മുഖം കഴുകിയോ എന്ന സംശയം വരുന്നത് കാൽ കഴുകുന്ന നേരത്താണ് എങ്കിൽ മുഖം മുതൽ വീണ്ടും കഴുകണമെന്ന് ചുരുക്കം. 2ഉം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. 1 ഇടയിലുള്ള സംശയം, 2 എല്ലാം കഴിഞ്ഞുള്ള സംശയം. 2ാമത്തെ സംശയം നോ പ്രോബ്ലം. വുളുവിന്റെ കാര്യത്തിൽ സംശയം വന്നാലോ? ഇശാ ബാങ്ക് കേൾക്കുമ്പോൾ ജാബിറിന് സംശയം, മഗ്രിബിന് എടുത്ത വുളു മുറിഞ്ഞോ? ഈ സംശയത്തിനും സ്ഥാനമില്ല. വുളു മുറിഞ്ഞിട്ടില്ല എന്നാണ് അർത്ഥം. അതേസമയം വുളു എടുത്തോ ഇല്ലയോ എന്നാണ് സംശയമെങ്കിൽ ഇല്ല എന്നാണ് മതവിധി. വീണ്ടും വുളു ചെയ്യണം. വുളുവിൽ പൊതുവായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. കൈയിന്റെയും കാലിന്റെയും വിരലുകൾക്കിടയിൽ നനയാതിരിക്കരുത്. അതിനായി അവ വിടർത്തിക്കഴുകൽ സുന്നത്താണ്. മടമ്പിലും കാൽ വിരലുകളിലും വിള്ളലുകളും കീറലുകളും ഉണ്ടാകാമല്ലോ. അതിനകത്തേക്കെല്ലാം വെള്ളം ചേരും വിധം സൂക്ഷിച്ചു കഴുകണം. കൈമുട്ട്, കൺകുഴികൾ, നെരിയാണി തുടങ്ങിയ ചുളിവുള്ള സ്ഥലങ്ങളിലും നനവെത്തി എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. മുഖവും കൈകാലുകളും കഴുകുമ്പോൾ ഫർളിനേക്കാൾ അല്പം കൂടി കൂടുതൽ കഴുകണം. ഫർള് കഴുകി എന്ന് ഉറപ്പാവാൻ ഇതാവശ്യമാണ്.
നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ സഹാബിമാർ ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, മഹ്ശറയിൽ പല നബിമാരുടെയും ഉമ്മത്തിനിടയിൽ നിന്നും അങ്ങയുടെ ഉമ്മത്തായ ഞങ്ങളെ അവിടുന്ന് എങ്ങനെ തിരിച്ചറിയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് കൈകാലുകൾ വെളുത്ത കുറെ കുതിരകളുണ്ടെന്ന് കരുതുക. മറ്റു കുതിരകൾക്കിടയിൽ നിന്നും നിങ്ങൾ അവരെ വേർതിരിച്ചറിയില്ലേ? അതുപോലെ എന്റെ ഉമ്മത്തിന്റെ കൈകാലുകളും അവർ വുളൂ ചെയ്ത കാരണത്താൽ അന്ന് പ്രകാശിക്കുന്നുണ്ടാവും. അവരെ ആർക്കും തിരിച്ചറിയാം. കഴുകലും തടവലും ഉരക്കലും തിക്കകറ്റലുമെല്ലാം 3 വീതമാകൽ സുന്നത്താണ്. അവയവം വെള്ളത്തിൽ മുക്കി 3 പ്രാവശ്യം അനക്കിയാലും അടിസ്ഥാന സുന്നത്ത് ലഭിക്കും. 3 തവണയേക്കാൾ ചുരുക്കുന്നതും അധികമാക്കുന്നതും കറാഹത്താണ്. വുളൂ എടുക്കുന്നതിനായി വഖഫ് ചെയ്ത വെള്ളമാണെങ്കിൽ 3-ൽ കൂടുതലാക്കൽ ഹറാം തന്നെയാകും. കഴുകിയതിന്റെ എണ്ണത്തിൽ സംശയമുണ്ടായാൽ ഉറപ്പുള്ളത് സ്വീകരിക്കണമെന്നാണ് വിധി. മുഖം കഴുകുമ്പോൾ നെറ്റിയുടെ മുകൾ ഭാഗത്തു നിന്നും കൈകാലുകൾ കഴുകുമ്പോൾ വിരലുകളിൽ നിന്നുമാണ് തുടങ്ങേണ്ടത്. മുഖത്തേക്ക് 2 കൈകൊണ്ടും ഒരുമിച്ച് വെള്ളമെടുക്കണം. മുക്കിയെടുക്കുന്ന വെള്ളപാത്രമാണെങ്കിൽ അത് വലഭാഗത്തും ഒഴിച്ചു കഴുകുന്നതാണെങ്കിൽ ഇടതുഭാഗത്തുമാണ് വെക്കേണ്ടത്. മറ്റൊരാൾ വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോഴും പൈപ്പ് പോലത്തിൽ നിന്ന് വുളൂ എടുക്കുമ്പോഴും വിരലുകളിൽ നിന്ന് തന്നെയാണ് കഴുകി തുടങ്ങേണ്ടത്. വുളൂ എടുക്കുമ്പോൾ ഷഹാദത്ത് ചൊല്ലാൻ മറക്കരുത്. വുളൂ എടുത്തുകൊണ്ടിരിക്കെ ആരെങ്കിലും സലാം പറഞ്ഞാൽ മടക്കാമോ? തീർച്ചയായും സലാം അടക്കാം. സലാം പറയുകയുമാവാം. വുളൂവിന് ശേഷം കുടയലും തോർത്തലും ഒഴിവാക്കലാണ് സുന്നത്ത്. വുളൂ എടുത്ത ബാക്കി വെള്ളത്തിൽ നിന്ന് നോമ്പുകാരൻ ഒഴിച്ച് അല്പം കുടിക്കലും സുന്നത്തുണ്ട്. പാത്രങ്ങളിൽ നിന്ന് വുളൂ എടുക്കുമ്പോൾ മാത്രമാണിത്. വുളൂ കഴിഞ്ഞാൽ പ്രത്യേകമായ ഒരു ദിക്റുണ്ട്. വളരെയധികം പുണ്യവത്തായ ദിക്റാണിത്. കിബിലയിലേക്ക് തിരിഞ്ഞ് ആകാശത്തേക്ക് മുഖവും 2 കൈകളും ഉയർത്തി 3 പ്രാവശ്യം ഈ ദിക്റ് ചൊല്ലിയാൽ അവന് സ്വർഗത്തിലെ 8 വാതിലുകളിൽ ഇഷ്ടമുള്ളത് തുറക്കപ്പെടുമെന്നാണ് ഹദീസ്. അത് പതിവാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ദിക്റ് ഇതാണ്: അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജിഅൽനി മിനത് തവ്വാബീന വജിഅൽനി മിനൽ മുതതഹിരീന വജിഅൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. തുടർന്ന് ഇന്നാ അൻസൽനാഹു എന്ന സൂറത്തും 3 പ്രാവശ്യം ഓതൽ സുന്നത്താണ്.